തെരഞ്ഞെടുപ്പ് ചൂടിനപ്പുറം നയനമനോഹരമായ കാഴ്ചകളുണ്ട് അരുവിക്കര മണ്ഡലത്തിൽ. നെയ്യാർ ഡാമിന് സമീപമുള്ള ആന, മാൻ പാർക്കുകൾ ഇത്തരത്തിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടങ്ങളാണ്. കോട്ടൂർ കവലയിൽ നിന്നും 2 കിലോമീറ്റർ അകലെയുള്ള പ്ലാവട്ടിയിലാണ് മാൻ പാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന മാൻ പുനരധിവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. 5 മാനുകളുമായി 1995 പ്രവർത്തനം ആരംഭിച്ച കേന്ദ്രത്തിൽ ഇപ്പോൾ 99 മാനുകളാണുള്ളത്. തിരുവനന്തപുരം മൃഗശാലയടക്കം മറ്റിടങ്ങളിൽ എണ്ണം വർദ്ധിക്കുമ്പോൾ മാനുകളെ എത്തിക്കുന്നതും ഇവിടേക്കാണ്. കാട്ടിലേക്ക് തുറന്നുവിടും മുമ്പ് വനത്തിലെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ മാനുകളെ പര്യാപ്തമാക്കുകയാണ് കേന്ദ്രത്തിന്റെ പ്രധാന ലക്ഷ്യം. വിദേശികളടക്കം നിരവധി സഞ്ചാരികളാണ് ദിനംപ്രതി പാർക്കിലെത്തുന്നത്. Very nice. The area here by the sea, this here and all this beautiful country. Very nice. കോട്ടൂർ കാപ്പുകാട്ടാണ് ആന പുനരധിവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. 10 ആനകളാണ് നിലവിൽ കേന്ദ്രത്തിലുള്ളത്. 1 വയസ്സ് മാത്രം പ്രായമുള്ള കോട്ടൂർ രാജയാണ് കൂട്ടത്തിൽ ജൂനിയർ. ചിട്ടയായ പരിചരണവും ഭക്ഷണവുമെല്ലാം കേന്ദ്രത്തിന്റെ പ്രത്യേകതയാണ്. ഇത് ഇവിടെ കോട്ടൂർ വനത്തിൽ നിന്ന് കിട്ടിയതാണ്. ഒരു കുഴിക്കകത്ത് വീണ് കിടന്ന് അങ്ങനെ കിട്ടിയതാണ്. അത് കാസർഗോഡ് മുള്ളുകമ്പിയിൽ കുരുങ്ങി. അത് കാസർഗോഡ് നിന്ന് കിട്ടിയത് ഇടിക്കും ആൾക്കാരെയൊക്കെ. ഇത് ആൾക്കാരൊന്നും ചെയ്യില്ല. തമ്മിലങ്ങോട്ടും ഇങ്ങോട്ടും ഇടികളായിരിക്കും രണ്ടുമില്ല. എന്നിട്ട് ഈ എങ്ങനെയാ ഇതിന്റെ ഒരു പരിപാലനം കഴിഞ്ഞാൽ എന്താ ഇതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് ഇവിടുത്തെ? ഇത് കിട്ടുന്ന സമയത്ത് ലാക്ടജനും ഗ്ലൂക്കോസും മരുന്നുകളൊക്കെയാണ് കൊടുക്കുന്നത്. അതിപ്പോൾ കുറച്ച് വളർന്നുകൊണ്ടാണ് ചോറാക്കിയത്. വിനോദസഞ്ചാരികൾക്ക് താമസിക്കുന്നതിനുള്ള കോട്ടേജുകളും ഇവിടെ ലഭ്യമാണ്. 100 കണക്കിന് സഞ്ചാരികളാണ് ആനക്കുറുമ്പ് കാണാൻ പാർക്കിലെത്തുന്നത്. ആനകളുടെയും മാനിന്റെയും എല്ലാം പുനരധിവാസ കേന്ദ്രം എന്ന നിലയിൽ ഇവിടം പ്രശസ്തമാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ പുനരധിവാസം സാധ്യമാണോ? കാത്തിരുന്ന് കാണാം. അരുവിക്കരയിൽ നിന്നും ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം MS അനീഷ് കുമാർ, റിപ്പോർട്ടർ.